ഖുർആൻ തളരാതെ മുന്നേറാനുള്ള അള്ളാഹു നൽകുന്ന വലിയ ഒരു കരുത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇതൊഴിവാക്കിയാൽ നമ്മൾ തകരും. ഈ ഖുർആൻ നമ്മൾ അവഗണിച്ചാൽ നമ്മൾ തകരും. അതിൽ യാതൊരു ഡൗട്ടുമില്ല. ഖുർആൻ ഒഴിവാക്കിയാൽ നമ്മൾ തകരും. പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ. ഞാൻ നിങ്ങളെ രണ്ടു കാര്യം ഏൽപ്പിക്കുകയാണ്. ആ രണ്ടു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. രണ്ടു കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല. ഏതൊക്കെയാണ് ആ രണ്ടു കാര്യങ്ങൾ? ഒന്ന് കിതാബുല്ലാഹ്, പരിശുദ്ധ ഖുർആനാണ്. രണ്ടാമത്തേത് എന്റെ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തും പരിശുദ്ധ ഖുർആനും നമ്മൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും പരാജയപ്പെടൂല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലാത്ത നാവാണത്. ജനങ്ങളെ പറ്റിച്ചിട്ടില്ലാത്ത വിശ്വസ്തനായ പ്രവാചകന്റെ വാക്കാണിത്. ഖുർആൻ മുറുകെ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. ഖുർആനിനെ നിങ്ങൾ അവഗണിച്ചാൽ പരാജയം നിങ്ങളുടെ കൂടെയുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുമ്പോൾ ഖുർആനിലേക്ക് മടങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഖുർആനിലേക്ക് മടങ്ങാൻ, ഖുർആൻ നന്നായി പാരായണം ചെയ്യുക, നന്നായി ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കാൻ പറ്റുന്ന വഅലുകൾ നമ്മൾ നന്നായിട്ട് കേൾക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ വഅലിൽ ഇപ്പൊ കുറെ ഒരു 10 ആയത്തെങ്കിലും മിനിമം ഒരു വഅലിൽ ഓതും. ഒരു 10-15 ചിലപ്പോൾ അങ്ങനെ ഓരോ വഅലിനും 10 വഅല് ആയത്തുകൾ പഠിച്ചാൽ ഖുർആൻ മൊത്തം പഠിച്ചൂടെ? ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിച്ചു, ഖുർആൻ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും കോളേജിൽ തന്നെ പോകണമെന്നുണ്ടോ? ഖുർആൻ പഠിക്കണമെങ്കിൽ, ഖുർആന്റെ അർത്ഥം പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഹിഫ്ദ് കോളേജിൽ അല്ലെങ്കിൽ വാഫി കോളേജിൽ ഹുദവി കോഴ്സിലൊക്കെ ചേരണമെന്നുണ്ടോ? ഇപ്പൊ ഞാൻ 2-3 ആയത്തോടെ പറഞ്ഞു, അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കി. അടുത്തത് ഓതുമ്പോൾ ആ അർത്ഥം നിങ്ങൾക്ക് ഓർമ്മ വരണം. അടുത്ത തവണ ഖുർആൻ ഓതുമ്പോൾ ആ ആയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരണം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണല്ലോ എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ ഏകദേശം ഖുർആന്റെ അർത്ഥമൊക്കെ നമ്മൾക്ക് പഠിച്ചൂടെ? അർത്ഥം മനസ്സിലാക്കി ഖുർആൻ നമ്മൾക്ക് പാരായണം ചെയ്തൂടെ? യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വഅലുകളുണ്ട്. എല്ലാവരും വഅല് കേൾക്കുന്നവരാണ്. വഅല് കേൾക്കാത്തവരൊക്കെ, യൂട്യൂബിലൊക്കെ വഅല് കേൾക്കാത്തവർ വളരെ കുറവാണ്. യൂട്യൂബിലൊക്കെ പോയാൽ ഏകദേശം എല്ലാ വഅലിനും 60 കേക്ക് ഉണ്ടാവും. 60 കെ എന്ന് പറഞ്ഞാൽ 60,000 ആളായി. മനസ്സിലായോ? 1M വ്യൂവേഴ്സ് ഉള്ള വഅലുകളുണ്ട്. അഥവാ 1 മില്യൺ ആളുകൾ, 10 ലക്ഷം ആളുകൾ കേട്ട വഅലുകളൊക്കെ യൂട്യൂബിലുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ആളുകൾ വഅല് കേൾക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വഅല് അപ്ലോഡ് ചെയ്തിട്ട് 2-3 ദിവസമാകുമ്പോൾ തന്നെ ഏകദേശം 15K എന്നാൽ 15,000 ആളുകൾ കേട്ടുന്ന. അപ്പൊ നിരന്തരമായ ആളുകൾ വഅല് കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊരു രസത്തിന് വേണ്ടി കേൾക്കരുത്, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി കേൾക്കരുത്. ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണമെന്ന ചിന്തയോടുകൂടി. ഇപ്പൊ നമ്മൾക്ക് അടുക്കളയിൽ പത്തിരി ചുടുമ്പോൾ വഅല് കേൾക്കാം. പക്ഷെ ആ വഅല് കേട്ടാൽ അതിങ്ങനെ പറയുന്നല്ലാതെ അത് പഠിക്കാൻ കഴിയില്ല. പഠിക്കണമെങ്കിൽ നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്ത് വെറുതെ എങ്ങനെ വേറെ പണിയും വേറെ ശുഗലൊന്നും ഉണ്ടാവാൻ പാടില്ല. വഅല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കണം. അപ്പൊ അത് തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിലും പഠിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവുന്ന ഇങ്ങനെ ഓടി വരും ചിലതൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ ഒഴിവ് സമയങ്ങൾ കിട്ടിയാൽ അറ്റ്ലീസ്റ്റ് ഉറങ്ങുമ്പോഴെങ്കിലും ഒരു നല്ലൊരു വഅല് വെച്ചിട്ട് ഉറങ്ങാം. ഉറക്കം വരാത്ത ആളുകൾക്ക് ഏറ്റവും വലിയ മരുന്നാണ് ഉറങ്ങുമ്പോൾ വഅല് വെക്കാൻ നല്ലത്. തമാശയല്ല, ഉറക്കം വരാത്ത ആളുകൾക്ക് ഏറ്റവും വലിയ പരിഹാരമാണ് ഉറങ്ങുമ്പോൾ വഅല് വെക്കാൻ നല്ലത്. കാരണം എന്താണെന്നറിയോ? എനിക്കൊക്കെ ചിലപ്പോ ഈ വഅല് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ 1-2 ആഴ്ച കണ്ടിന്യൂ വഅല് പറഞ്ഞു, ഇവന് ഏതെങ്കിലും ദിവസം വഅല് ഇല്ലെങ്കിൽ എന്തായാലും രാത്രി 10 മണിക്ക് ഉറക്കം വരില്ല. ചിലപ്പോൾ 1 മണി 2 മണി ആൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരണം. അപ്പൊ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വഅല് ഇങ്ങനെ വെച്ചാല് അതിങ്ങനെ കേട്ട് അറിയാതെ ഉറങ്ങിപ്പോകും. അല്ലെങ്കിലോ അങ്ങോട്ട് ചെരിയൽ ഇങ്ങോട്ട് ചെരിയൽ 2-3 മണിക്കൂർ വെറുതെ സമയം കളയും ബെഡിൽ ഉറക്കം വരാതെ. അപ്പൊ ഉറക്കം വരാൻ ഏറ്റവും വലിയ വഴി അതാണ്. അപ്പൊ എന്ത് ചെയ്യാ? ഉറക്കം വരുന്നത് വരെ നമുക്ക് പഠിക്കും ചെയ്യാം. അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം കിട്ടി, ബുദ്ധിമുട്ടില്ലാതെ ഉറക്കം കിട്ടി. അപ്പോൾ വേറെ ചുകൂലൊന്നുമില്ല, ആ സമയത്ത് വേറെ ചുകൂലൊന്നുമില്ല, കളി, മൊബൈൽ, വാട്സപ്പ് കളിയൊന്നുമില്ല. നമ്മൾ ദിക്റൊക്കെ ചെല്ലി ഇങ്ങനെ വാദം കേട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ നല്ല കോൺസെൻട്രേറ്റ് തന്നെ കേട്ടിട്ട് അറിയാതെ നമ്മൾ അങ്ങോട്ട് ഉറങ്ങിപ്പോകും. അപ്പൊ ഞാൻ പറയുന്നത്, ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ ഹിഫ്ള് കോളേജും അതുപോലെ മറ്റുള്ള കോളേജുകളൊക്കെ പോകണമെന്നൊന്നുമില്ല. വാലിന് വന്നിട്ട് തന്നെ ഖുർആൻ പഠിക്കാൻ പറ്റും.
അപ്പൊ ഇവിടെ മൂന്നാമത്തെ ഒരു ആയത്ത് ഞാൻ ഓതുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വിജയിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. ഏതാണ് രണ്ട് കാര്യം? ഒന്ന് ഖുർആൻ, രണ്ട് ഹദീസ്, തിരുസുന്നത്ത്, നബി തങ്ങളുടെ ചര്യ. ഈ രണ്ട് കാര്യം, ഇതിൽ നിന്ന് പിറകോട്ടടിക്കാൻ പാടില്ല മുസ്ലിം ഉമ്മത്ത്. നമ്മുടെ കരുത്ത് ഇതാണ്, നമ്മുടെ ആയുധം ഇതാണ്. ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യാൻ കഴിയും ഈ രണ്ട് ആയുധങ്ങൾ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ. ഷുവർ. അതുകൊണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ഏത് ഫാസിസ്റ്റ് ശക്തികളും ആക്കി കാണിച്ച് പേടിപ്പിക്കുമ്പോഴും പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ച് ധീരമായി പൊരുതാൻ തയ്യാറാവും. ആ ഖുർആൻ കയ്യിൽ പിടിക്കുമ്പോഴുള്ള ആത്മധൈര്യം, അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴുള്ള ആത്മവിശ്വാസം വേറെ ഒന്നിൽ നിന്നും നമ്മൾക്ക് കിട്ടൂല എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിയാം. ഇവിടെ പറയുന്നത് ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വഅൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ശരീരത്തിൽ പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ മാറാ രോഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ്. മാറാ രോഗങ്ങൾ തരും. നിങ്ങളുടെ നാട്ടിൽ വെള്ളമുണ്ടയിലെ ഒരു സഹോദരൻ, ഒരു ഉസ്താദാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 4 മക്കളാണ്. അതിലൊരു മകനെ നന്നായി പഠിപ്പിക്കാനും നാടിനും സമുദായത്തിനും ഉപകരിക്കുന്ന ഒരു മകനായി വളർത്താൻ വേണ്ടി MBBS പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കാൻ വേണ്ടി ചൈനയിൽ പോയി ഏകദേശം പഠനം തീരാൻ 1 വർഷം 2 വർഷം ബാക്കിയുള്ള സമയത്ത് ആ കുടുംബം കാത്തുനിന്ന 19 ലക്ഷത്തോളം ചെലവഴിച്ച് പഠിപ്പിച്ച ഒരു മകൻ പഠനം പൂർത്തിയാക്കി ആ കുട്ടിയെ ജോലി ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത് കൺകുളിർക്ക കാണാൻ ആഗ്രഹിച്ച മാതാവിന്റെ പിതാവിന്റെ മുമ്പിലേക്ക് വരുന്നത് ആ കുട്ടിയുടെ മരണവാർത്തയാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്രതീക്ഷിതമായി ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്ന് കുട്ടി ലോകത്തോട് വിട പറയാണ്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല ദീനീബോധമുള്ള ചെറുപ്പക്കാരനാണ്. ഇത് അല്ലാഹു നേരത്തെ പറഞ്ഞതാണ്. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പാദ്യങ്ങളിലും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ആ കുടുംബം 2 പരീക്ഷണങ്ങൾ നേരിട്ടു. 1 സാമ്പത്തിക പരീക്ഷണം, 2 ശരീരത്തിലുള്ള പരീക്ഷണം. അല്ലാഹു അവർക്ക് ബാക്കിയുള്ള മക്കളെ ഇതിനേക്കാളും നല്ല പകരമാക്കി അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. 3 മക്കളുണ്ട്. നമ്മൾ ദുആ ചെയ്യേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. اللهم أجرني في مصيبتي وأخلف لي خيرا منها. اللهم أجر لنا في مصيبتنا وأخلف لنا خيرا منها. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മുസീബത്തിൽ, ഞങ്ങളുടെ ഈ പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ക്ഷമിക്കുകയാണ് റബ്ബേ, പിടിച്ചു നിൽക്കുകയാണ്. ആ ക്ഷമിച്ചത് കാരണത്താൽ ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. വഅഖ്ലിഫ് ലനാ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല ഒരു പകരം ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരും ദുആ ചെയ്യണം. ഒരുപക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയ മകനെ വെല്ലുവിളിക്കുന്ന ഇവനെക്കാളും പ്രാപ്തനായ മക്കളായ അല്ലാഹു ബാക്കിയുള്ള 3 മക്കളെ ആ കുടുംബത്തിന് തിരിച്ചു നൽകാതിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ ഈ ഡോക്ടറായ മകൻ, പ്രതീക്ഷയോടെ കാത്തിരുന്ന മകന്റെ അപ്രതീക്ഷിത മരണം ആ കുടുംബത്തെ തകർക്കുന്നതിന് മുമ്പ് മറ്റൊരു സന്തോഷ വാർത്ത ബാക്കിയുള്ള 3 മക്കളിലൂടെ അല്ലാഹു അവർക്ക് നൽകും. അതേപോലെ ഈ മരിച്ചുപോയ മകൻ നാളെ പാരത്രിക ലോകത്ത് മാതാപിതാക്കളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന ഒരു മകനായി വളരും. അങ്ങനെ നോക്കിയാൽ ഈ 2 പരീക്ഷണങ്ങളും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകാനുള്ള ഒരവസരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. ഏത് പരീക്ഷണങ്ങളായാലും ആലോചിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല 4 പെൺമക്കളും 3 ആൺമക്കളുമാണ് നൽകിയത്. 4 ആൺമക്കൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലൊരാൾ ഖാസിമാണ്. 3 ആൺമക്കളും 4 പെൺമക്കളും. അതിലൊരാൾ ഖാസിമാണ്. രണ്ടാമത്തെയാൾ അബ്ദുള്ളയാണ്. മൂന്നാമത്തെയാൾ ഇബ്രാഹിമാണ്.
എന്നാൽ 3 മക്കളെയും അല്ലാഹു തആല വളരെ ചെറുപ്പത്തിലേ തിരിച്ചു വിളിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന് വലിയ ആൺമക്കൾ ഉണ്ടായിട്ടില്ല. ആദ്യമായി ഖാസിമാണ്. 2 വയസ്സാകുമ്പോഴേക്കും അല്ലാഹു ഖാസിമിനെ തിരിച്ചു വിളിച്ചു. പിന്നെയുള്ളത് അബ്ദുള്ളയാണ്. അബ്ദുള്ളയെയും വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു തിരിച്ചു വിളിച്ചു. മൂന്നാമത്തേത് ഇബ്രാഹിം എന്ന് പറയുന്ന മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്ന് അല്ലാഹു നൽകിയ മകനാണ്. ആ മകനെയും ഒരു 1.5 വയസ്സാകുമ്പോഴേക്കും അല്ലാഹു തിരിച്ചു വിളിക്കുകയുണ്ടായി. അഥവാ മക്കൾ മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ട് വല്ലാതെ വേദനിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ കുടുങ്ങി ജീവിക്കുന്നതിന് പകരം എന്റെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ 3 മക്കളിൽ 3 പേരെയും അല്ലാഹു വളരെ ചെറുപ്പത്തിലേ കൊണ്ടുപോയല്ലോ. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ഇബ്തലാ. അല്ലാഹുവിന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് അല്ലാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് പരീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾക്ക് നൽകിയ 4 പെൺമക്കളിൽ ഒരാളാണ് മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ വഫാത്തിന്റെ മുമ്പേ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. അതേപോലെ തന്നെയാണ് റുഖയ്യ ബീവി. റുഖയ്യയെയും അല്ലാഹു നബി തങ്ങളുടെ വഫാത്തിന്റെ മുമ്പേ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മകളാണ് ഉമ്മു കുൽസൂം എന്നവർ. ഉമ്മു കുൽസൂമിനെയും അല്ലാഹു വളരെ നേരത്തെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. 4ാമത്തെ മകളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് വരെ ഭൂമിയിൽ ജീവിച്ചത്. മറ്റുള്ള എല്ലാ മക്കളും അഥവാ 7 മക്കളിൽ 6 മക്കളുടെ മരണം അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കണ്ടവരാണ്. 6 മക്കൾ മരിക്കുന്നത്, 6 മക്കളുടെ മരണത്തിന്റെ വേദനാജനകമായ വാർത്ത അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ആകെ ഒരു മകൾ മാത്രമേ നബി തങ്ങളുടെ വഫാത്ത് വരെ വഫാത്തിന്റെ ശേഷം ജീവിച്ചിട്ടുള്ളൂ. ആ മകളെയും അല്ലാഹു തആല ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞ് 6 മാസമാകുമ്പോഴേക്കും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങൾ അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകുമെന്നും പിടിച്ചു നിന്നാൽ സ്വർഗമാണ് ഇതിന്റെ പ്രതിഫലമെന്നും നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു നമ്മൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ. ക്ഷമിക്കാനുള്ള മാനസികമായ കരുത്ത് അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. സൂറത്തു ആല ഇംറാനിലെ 186-ാമത്തെ ആയത്ത് വതുബലവുന്ന ഫീ അംവാലിക്കും. നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാ പറഞ്ഞത്. ല എന്ന് പറഞ്ഞാൽ എന്തല്ല, സത്യത്തില് തുബലവുന്ന എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? ലതുബലവുന്ന എന്ന് പറഞ്ഞാൽ ല എന്ന പദം അക്ഷരം ഉപയോഗിക്കുന്നത് തീർച്ചയായും എന്നർത്ഥത്തിനാണ്. അപ്പൊ ല തീർച്ചയായും, തുബലവുന്ന നൂനിന് ശബ്ദുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വീണ്ടും ഒരു തീർച്ചയായും, അഥവാ തീർച്ചയായും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായേ? ഞാൻ നിങ്ങളെ പരീക്ഷിക്കും എന്ന് പറയുന്നതും ഞാൻ നിന്നെ അടിക്കും എന്ന് പറയുന്നതും തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നതും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഞാൻ നിന്നെ അടിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോ വിട്ടേക്കാം, ചിലപ്പോ കുഴപ്പമില്ല വിട്ടേക്കാം. പക്ഷെ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എക്സ്ക്യൂസ് ഉണ്ടാവില്ല, അടി കിട്ടും. അതേപോലെ തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അഥവാ പരീക്ഷണങ്ങൾ എല്ലാവരും ജീവിതത്തിൽ നേരിടേണ്ടി വരും. ആദ്യം തന്നെ പറയാൻ, ഈ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ തളരാൻ പാടില്ല. ഏതെങ്കിലും ഒരു രീതിയിലുള്ള പരീക്ഷണങ്ങൾ എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കും. കുറച്ചൊക്കെ ഈമാനുള്ള ആള്, ഈമാനില്ലാത്ത ആളുകൾ അല്ലാഹു പരീക്ഷിക്കൊന്നുമില്ല. ഈമാനില്ലാത്ത ആളുകൾ അങ്ങനെ പരീക്ഷിക്കൂല. ഈമാനിന്റെ കരുത്തു നോക്കിയിട്ടാണ് പരീക്ഷണങ്ങളുടെ ഗാംഭീര്യം കൂടാ. മനസ്സിലായോ? ഈമാനിന്റെ കരുത്തു നോക്കിയിട്ടാണ് പരീക്ഷണത്തിന്റെ ഗാംഭീര്യം കൂടാ. ചെറിയ ഏതെങ്കിലും പേര് മുസ്ലിമാണ്, ഈമാനൊന്നുമില്ല, അയാളൊന്നും പരീക്ഷക്കൊന്നുമില്ല, എന്നാൽ നല്ല മുഅ്മിനാണ്, അയാൾക്ക് നല്ല പരീക്ഷണം ഉണ്ടാവും. അത് മനസ്സിൽ വെച്ചിട്ട് ജീവിച്ചാൽ മതി. എല്ലാവരും ഏതെങ്കിലും ഒരു മേഖലയിലുള്ള നിരന്തരമായ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ ശരീരത്തിലൂടെ, നിങ്ങളുടെ സമ്പാദ്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ്
ജൂതന്മാരായ ആളുകളിൽ നിന്ന്, അതേപോലെ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ, ഫാസിസ്റ്റുകളിൽ നിന്ന്, ജൂതന്മാരിൽ നിന്നും ഫാസിസ്റ്റുകളിൽ നിന്നും അദൻ കസീറാ, ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. അല്ലാഹ് പറയാണ് ഖുർആനിൽ, ജൂതന്മാരിൽ നിന്ന് അതേപോലെ ഫാസിസ്റ്റുകളിൽ നിന്ന് അദൻ കസീറാ, ധാരാളം പ്രയാസങ്ങൾ. അതൊരു പക്ഷേ ആദ്യം ഒരു മുത്തലാഖായിരിക്കും, പിന്നെ ഏക സിവിൽ കോഡായിരിക്കും, പിന്നെ NRC ആയിരിക്കും, CAB ആയിരിക്കും, പൗരത്വ രജിസ്ട്രേഷൻ ആയിരിക്കും. ഇങ്ങനെ നിരന്തരമായി ഓരോ വെല്ലുവിളികൾ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വരും. അല്ലാഹു പറയുന്നുണ്ട്, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ്, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട മതങ്ങളിൽ നിന്ന്, അതാരാണ്? ക്രൈസ്തവരും ജൂതന്മാരും. അവരിൽ നിന്നും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ, ബഹുദൈവ വിശ്വാസികളായ ഫാസിസ്റ്റുകളിൽ നിന്നും, എല്ലാവരിൽ നിന്നുമല്ല, ഫാസിസ്റ്റുകളായ ആളുകളിൽ നിന്നും അദൻ കസീറാ, ധാരാളം പ്രയാസങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. വഇൻ തസ്ബിറൂ വതത്തഖൂ, ക്ഷമിക്കുകയും അല്ലാഹുവിനെ പേടിക്കുകയും ചെയ്താൽ, ക്ഷമിച്ചാൽ മാത്രം പോരാ. വഇൻ തസ്ബിറൂ, ക്ഷമിച്ചാൽ മാത്രം പോരാ. വഇൻ തസ്ബിറൂ വതത്തഖൂ, ക്ഷമിക്കുകയും തഖ്വയുള്ളവരായി മാറുകയും ചെയ്താൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ വിശേഷണത്തിൽപ്പെട്ടതാണ്. ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, അതേപോലെ തഖ്വയോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ, അത് അല്ലാഹു തആല പ്രവാചകന്മാർക്ക് പ്രത്യേകമായി നൽകിയ മനക്കരുത്തിൽപ്പെട്ടതാണ് എന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നത്. ജാമിഅ മില്ലിയയിൽ ധീരമായി കാട്ടാളന്മാരുടെ കിരാതമായ ഭരണത്തിനെതിരെ പോരാടുന്ന വിദ്യാർത്ഥിനിക്ക് ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് മാതാവ് അയച്ച ഒരു ലെറ്ററുണ്ട്, അയച്ച ഒരു സന്ദേശമുണ്ട്. പേടിക്കണ്ട, ആരുടെ മുമ്പിലും തളരേണ്ടതില്ല. ഈ കിരാതമായ ഭരണത്തിനെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ, ഇന്ത്യയുടെ ഭരണഘടനയെ പിച്ചിച്ചേന്തിയ ഈ നരാധമന്മാർക്കെതിരെ ധൈര്യമായി പോരാടിക്കോളൂ. പക്ഷേ നിന്റെ ഇസ്ലാം ഒരു സ്ഥലത്തും വിട്ടുവീഴ്ച ചെയ്യരുത്, ഇസ്ലാമിൽ നിന്നൊരൽപ്പം മാറിപ്പോകരുത്. ഞാൻ ധൈര്യമായി നിന്നെ പറഞ്ഞേക്കുകയാണ്, ഒരു പേടിയും വേണ്ട, ധൈര്യമായി പോരാടിക്കോളൂ എന്ന് ആബിദാബീഗം നമ്മുടെ മുഹമ്മദ് അലി ജൗഹറിനോടും ഷൗക്കത്ത് അലിയോടും പറഞ്ഞതുപോലെ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചില ഉമ്മമാർ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ധൈര്യം പകർന്നു കൊടുക്കണം, അങ്ങനെ ധൈര്യം പകർന്നു കൊടുക്കണം. അഥവാ ഇത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നമാണ്, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് പറഞ്ഞതിൽ അമുസ്ലിമീങ്ങളായ രക്ഷിതാക്കളുണ്ട്. കേരളക്കരയിലെ ഒരു അധ്യാപകൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മകന്, മുസ്ലിമീങ്ങളല്ല, മുസ്ലിമല്ല ആ അധ്യാപകനും മകനും, പക്ഷേ സമ്മതം ചോദിച്ചു അധ്യാപകനോട്, പിതാവിനോട് സമ്മതം ചോദിച്ചു, ഞാൻ സമരത്തിന് വേണ്ടി പോയിക്കോട്ടെ, നിങ്ങളുടെ സമ്മതം വേണം, ധൈര്യമായി പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള മുസ്ലിമല്ലാത്തൊരു അധ്യാപകൻ ജാമിഅ മില്ലയിലുള്ള മുസ്ലിമല്ലാത്ത വിദ്യാർത്ഥിക്ക് സമ്മതം കൊടുത്തതും സന്ദേശങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നത്, വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം, വതത്തഖൂ, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം. അഥവാ തഖ്വയിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല, തഖ്വ അവിടെ വിട്ടുപോകാൻ പാടില്ല. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, നിങ്ങൾ എപ്പോഴും അല്ലാഹു പറഞ്ഞത് ചെയ്യുകയും അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യല്ലേ എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. അങ്ങനെ നല്ല തഖ്വയോടുകൂടെ മുത്തഖിയായി ജീവിച്ച് ക്ഷമയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രയാസങ്ങളെയും നിങ്ങൾ നേരിടണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കരുത്ത് നൽകട്ടെ, ഈമാനികമായ ആവേശം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ഇവിടെ മറ്റൊരായത്ത് കാണാം, സൂറത്തു ആല ഇമ്രാനിലെ ഏകദേശം 139-ാമത്തെ ആയത്ത്, വലാ തഹിനൂ വലാ തഹ്സനൂ
വലാ തഹിനൂ വലാ തഹ്സനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒരിക്കലും നിന്ദ്യരാവാൻ പാടില്ല. വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കാനും പാടില്ല, ദുഃഖിക്കാനും പാടില്ല. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി മാറിയാൽ നിങ്ങളെ മറികടക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറിയാൽ, യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ നിങ്ങളെ മറികടക്കാനോ നിങ്ങളെ ഭയപ്പെടുത്താനോ നിങ്ങളെ പേടിപ്പിക്കാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് വലാ തഹിനൂ വലാ തഹ്സനൂ, ആർക്കും അടിമവേല ചെയ്യാൻ നിങ്ങൾ പോവേണ്ട. ആരുടെ മുമ്പിലും മുട്ടുമടക്കാനോ പേടിച്ചു മുട്ടു വിറക്കാനോ നിൽക്കരുത്. ആരുടെ മുമ്പിലും അവരുടെ അടിമകളായി അടിമവേല ചെയ്യുന്ന, അവരുടെ ഷൂ നക്കി കൊടുക്കുന്ന, പാദസേവ ചെയ്തു കൊടുക്കുന്ന, ഈ കീഴടങ്ങി കൊടുക്കുന്ന അടിയന്മാരായി അല്ലെങ്കിൽ അടിമകളായി നിങ്ങൾ മാറരുത്. വലാ തഹിനൂ, നിങ്ങൾ നിന്ദ്യരാവരുത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പേടിക്കാൻ നിന്നാൽ ഭയപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഓടാൻ നിന്നാൽ ഓടിപ്പിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് വലാ തഹിനൂ, നിങ്ങൾ നിന്ദ്യരായി ഓടാൻ നിൽക്കരുത്, പേടിക്കാനും ഭയപ്പെടാനും നിൽക്കരുത്. വലാ തഹ്സനൂ, നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. വഅൻതുമുൽ അലൗന, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ, നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ. അപ്പൊ യഥാർത്ഥ മുഅ്മിനായി മാറി. എന്താണ് ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ ജീവിക്കുന്നവരാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നവരാണ്. അവിടെ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ വേലികെട്ടുകളില്ലാതെ മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി മറ്റൊരാളെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവരാണ്. കുറെ നിസ്കരിക്കാനും കുറെ ഖുർആൻ ഓതാനും ഒന്നുമല്ല, കുറെ നോമ്പെടുക്കാനല്ല, ഹജ്ജ് ചെയ്യാനല്ല, പിന്നെ യഥാർത്ഥ മുഅ്മിനായി മാറിയാൽ നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്താണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി മറ്റൊരാളെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നവരാവണം. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് പറയാൻ കഴിയും, ഇന്നേ വരെ ഞാൻ സാമ്പത്തികമായി മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന്, ഇന്നേ വരെ ശാരീരികമായി ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന്? ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് പറയാൻ കഴിയും, ഇന്നേ വരെ എന്റെ വാക്കിലൂടെ മാനസികമായി ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന്? ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് പറയാൻ കഴിയും? എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വമിൻ യദിഹി വബിയദിഹി, കൈകൊണ്ടോ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അവന്റെ നാവ് കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവനാണ് അൽ മുസ്ലിം. മുസ്ലിമിന്റെ ഡെഫിനിഷൻ, മുസ്ലിമിന്റെ പര്യായം, മുസ്ലിമിന്റെ നിർവചനം എന്ന് പറയുന്നത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, നാവ് കൊണ്ടോ അഥവാ വാക്കിലൂടെ മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല, ശാരീരികമായി മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല, മാനസികമായി സാമ്പത്തികമായി മറ്റൊരാളെ വേദനിപ്പിക്കാതെ ജീവിക്കുന്നവനാണ് മുസ്ലിം എന്ന്, മുഅ്മിൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എത്ര ആൾ നമ്മുടെ സദസ്സിലുണ്ട്? ഞാൻ തഹജ്ജുദ് സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഇവിടെ 100 കണക്കിന് ആളുകൾ കൈപ്പൊക്കും. ജമാഅത്ത് കൃത്യമായി സൂക്ഷിക്കുന്നവർ എത്രയുണ്ടെന്ന് വെച്ചാൽ അപ്പോഴും 100 കണക്കിന് ആളുകൾ കൈപ്പൊക്കും. വ്യാഴം വെള്ളി സുന്നത്ത് നോമ്പ് നോക്കുന്നുണ്ടോ? അതിനും ആളുണ്ടാവും. ഹജ്ജ് ചെയ്യുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും ചോദിച്ചാൽ അതിനും ആളുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മുസ്ലിം ഉണ്ടെന്ന് ചോദിച്ചാൽ ആരാ കൈപ്പൊക്കുക? ഈ പറഞ്ഞ മുസ്ലിമാരല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ മുസ്ലിമാരാ? വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് സാമ്പത്തികമായി മറ്റൊരാളെ വേദനിപ്പിക്കാത്ത ഒരു മുസ്ലിം ഈ സദസ്സിൽ പെണ്ണുങ്ങളായി ആണുങ്ങളായി ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും ഒന്ന് കൈപ്പൊക്കെ. ഇന്ന് വരെ ആരുമില്ല. എന്നാൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ സ്ഥിരമായി ഇഷ്ടം പോലെ ഉണ്ടാവും. സുബഹി നിസ്കാരത്തിന് ജമാഅത്തിന് വർഷങ്ങളായി പോകുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ദിവസവും ഖുർആൻ ഓതുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. ദുഹാ നിസ്കരിക്കുന്നവർ ഇഷ്ടം പോലെ, പിന്നെ സ്വതക്ക കൊടുക്കുന്നവർ ഇഷ്ടം പോലെ, നോമ്പെടുക്കുന്നവർ ഇഷ്ടം പോലെ.
പക്ഷേ ഒരു മുസ്ലിമിനെ ഈ സദസ്സിൽ കാണാൻ കഴിയുന്നില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വബിയദിഹി. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നവനാണ് മുഅ്മിൻ. അയൽവാസികളെ ജീവിതത്തിൽ വാക്കുകൊണ്ട് സാമ്പത്തികമായി ശാരീരികമായി വേദനിപ്പിക്കാത്തവനാണ് മുഅ്മിൻ. അപ്പൊ മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും കാണാനില്ല. എല്ലാവരും തുപ്പിവെച്ചവരാണ്, എല്ലാവരും പർദ്ദ ധരിച്ചവരാണ്, എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥ ഒരു മുസ്ലിമായിട്ട് നമ്മൾ മാറിയിട്ടില്ല. ഇന്ന് ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഇനി വരാനിരിക്കുന്ന നാളെ മുതൽ നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് വീണ്ടും വാഴ വെച്ചു. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചുകൂടി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ മുസ്ലിമായി ജീവിച്ചവർ ആരാണ്? അപ്പോഴും ഒരാളെയും കാണാൻ കഴിയില്ല. ഇനി അടുത്ത വർഷം വന്ന് ചോദിച്ചാൽ അപ്പോഴും സദസ്സിൽ ഒരു മുസ്ലിമിനെ കാണാൻ കഴിയില്ല. നമ്മൾ വിചാരിച്ചു ഈമാനും ഇസ്ലാമും എന്നൊക്കെ പറഞ്ഞാൽ കുറെ നിസ്കരിക്കലും ഖുർആനൊക്കെ ഓതലാണ്. അതൊക്കെ അമലിൽപ്പെട്ടതാണ്. എന്നാൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒരു മുസ്ലിമിനെയും നല്ല ഒരു മുഅ്മിനിനെയും പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കുമോ? സ്ഥിരമായി ഒരാൾ ദുഹാ നിസ്കരിച്ചതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന് കൈമാറാൻ അയാൾക്ക് കഴിയുമോ? സ്ഥിരമായി ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്നത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്തായ സംസ്കാരത്തോട് മറ്റുള്ളവർക്ക് ആകർഷണീയത തോന്നുമോ? സ്ഥിരമായി നോമ്പെടുക്കുന്നത് കൊണ്ട് ഇസ്ലാം നല്ല മതമാണെന്ന് ജനങ്ങൾ പറയുമോ? ഒരാൾ സ്ഥിരമായി ഉംറയും ഹജ്ജും ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാം ഏറ്റവും നല്ല മതമാണെന്ന് മറ്റുള്ള മതങ്ങൾ പറയുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിനെ ആളുകൾക്ക് ആകർഷണീയത തോന്നുന്നത്? ഇസ്ലാമിനോട് ആളുകൾക്ക് താല്പര്യം തോന്നുന്നത്? മുസ്ലിമീങ്ങളോട് ആളുകൾക്ക് സ്നേഹം തോന്നുന്നത്? മുസ്ലിമീങ്ങളാണോ? മാഷാ അല്ലാഹ്, നല്ലവരായിരിക്കും അവർ, കച്ചവടത്തിൽ അവരെ വിശ്വസിക്കാം, ബിസിനസ്സിൽ അവരെ വിശ്വസിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ അയൽവാസിയായ ഒരു മുസ്ലിമിനെ കിട്ടിയാൽ മതി, എന്നാൽ ഞങ്ങൾക്ക് പേടിക്കാനില്ല. ഈ ഒരു രീതിയിലേക്ക് ഞങ്ങൾ മാറണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമും മുസ്ലിമും മുഅ്മിനുമായി നമ്മൾ മാറണം. അല്ലാതെ എന്ത് മുസ്ലിം, അല്ലാതെ എന്ത് മുഅ്മിൻ, ലോകത്ത് ഇസ്ലാമിന്റെ ആശയങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക? മറ്റുള്ള ലോകത്ത് മറ്റുള്ള മതങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സംസ്കാരം എങ്ങനെയാണ് വ്യക്തമാക്കി പ്രചരിപ്പിച്ചു കൊടുക്കുക? അത് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് സാധ്യമല്ല മുഅ്മിനീങ്ങളെ, അത് നമ്മുടെ സ്വഭാവം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീ നിസ്കരിച്ചത് നിനക്കാണ്, നീ തഹജ്ജുദ് നിസ്കരിച്ചത് നിനക്കാണ്, നീ ഖുർആൻ ഓതിയത് നിനക്കാണ്, നീ ഫർദ് നിസ്കരിച്ചത് നിനക്കാണ്, നീ നോമ്പെടുത്തത് നിനക്കാണ്. നീ ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്തു? തഹജ്ജുദ് നിസ്കരിച്ചു നിനക്കാണ്, ഇസ്ലാമിനല്ല. സുബഹി നിസ്കാരം ഈ മരം കോച്ചുന്ന തണുപ്പിൽ തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്ത് നീ സുബഹിക്ക് വേണ്ടി പള്ളിയിലേക്ക് നടന്നുപോയി. കാലുകൾ വിറച്ചിട്ടുണ്ട്, ചുണ്ടുകൾ വിറച്ചിട്ടുണ്ട്, പള്ളിയിലേക്ക് പോയി. അത് നിനക്കാണ്, ഇസ്ലാമിനല്ല. അതേപോലെ തന്നെ ദുഹാ നിസ്കാരം നീ നിസ്കരിച്ചിട്ടുണ്ട്, അതും നിനക്കാണ്, ഇസ്ലാമിനുള്ളതല്ല. അത് ഇസ്ലാമിന് നീ എന്താ ചെയ്തു കൊടുത്ത്? ഇസ്ലാമിന് നീ എന്താ ചെയ്തു കൊടുത്ത്? നീ നിന്റെ ആഖിബത്ത് നന്നാവാൻ, നിന്റെ പാരത്രിക ലോകം രക്ഷപ്പെടാൻ വേണ്ടി നീ കുറെ ചെയ്തു കൂട്ടി. പക്ഷെ ഇസ്ലാമിന് നീ എന്ത് ചെയ്തു? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാമിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ല കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ള ആളുകളെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ സാമ്പത്തികമായിട്ടോ വേദനിപ്പിക്കാതെ ജീവിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുക എന്നുള്ളതാണ്. നീ നിന്റെ ബിസിനസ് നടത്തുന്ന സമയത്ത് ഏറ്റവും മാന്യമായ രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വഞ്ചിക്കാതെ ചതിക്കാതെ ബിസിനസ് നടത്തിയാൽ നിന്റെ കൂടെ കച്ചവടം നടത്തുന്നവർ, നീയുമായി ഇടപാട് നടത്തുന്നവരിൽ മറ്റു പല മതങ്ങളുണ്ടാകും. അവര് പറയും, അയാൾ എന്തൊരു നീച്ചാണ്, അയാൾ എന്തൊരു മാന്യനാണ്, ഒരു നയാ പൈസ പോലും അയാളുടെ ഇടപാടുകളിൽ വ്യത്യാസം വരൂല, അത്രയും സൂക്ഷ്മതയാണ്. നീ പ്രതിനിധാനം ചെയ്യുന്ന മതം ഏതാണ് എന്നാണ് അവർ നോക്കുക.